ഈ ഗർഭാശയ മുഴകളും അണ്ഡാശയ മുഴകളും രണ്ടും ഒന്നാണോ? സാധാരണ ഈ യൂട്രസിൽ വരുന്ന ഫൈബ്രോയിഡിനാണ് ഈ ഗർഭാശയത്തിലെ മുഴ എന്ന് പറയുന്നത്. അത് ഓവറിയിൽ വരുന്ന സിസ്റ്റിനാണ് ഈ അണ്ഡാശയ മുഴ എന്ന് പറയുന്നത്. രണ്ടും വളരെ വ്യത്യസ്തമാണ്. ഗർഭാശയത്തിൻ്റെ മയോമെട്രിയം അഥവാ മസിൽ ലെയർന്ന് വരുന്ന മുഴകളാണ് ഈ ഫൈബ്രോയിഡ്സ് അഥവാ ഗർഭാശയ മുഴകൾ. ഓവറിയിൽ നിന്ന് വരുന്ന സിസ്റ്റുകളാണ് ഈ അണ്ഡാശയ മുഴകൾ എന്ന് പറയുന്നത്. രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ അണ്ഡാശയ സിസ്റ്റുകളോ എന്നാൽ എന്താണ് ഈ ബുദ്ധിമുട്ടുകൾ സാധാരണ ഫേസ് ചെയ്യുന്നത്? ഗർഭാശയ മുഴകൾ ചിലപ്പോൾ ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാക്കിയേക്കാം, ഇല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി പോലത്തുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അണ്ഡാശയ സിസ്റ്റുകൾ സാധാരണ സൈലന്റ് രീതിയിലാണ് വരാറ്. പക്ഷെ ചിലപ്പോൾ അതിൻ്റെ ഒരു ടോർഷനോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് എല്ലാം നടന്നു കഴിഞ്ഞാൽ തീവ്രമായിട്ടുള്ള പെയിൻ ആയിട്ടും പ്രസന്റ് ചെയ്യാം. ഇതിനെങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റാം? ഇത് രണ്ടിൻ്റെയും ഡയഗ്നോസിസ് പ്രൈമർലി നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് ചെയ്യുന്നത്. അൾട്രാസൗണ്ടിൽ ഇതിനെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ തീരും. നമുക്ക് കുറച്ചും കൂടെ ഹയർ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ MRI പോലത്തുള്ള ഹയർ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ വരിക? ഗർഭാശയ മുഴകൾ സാധാരണ അതിൻ്റെ സൈസും പിന്നെ സിംറ്റംസും പിന്നെ അതിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ട്രീറ്റ്മെൻറ്റ്. ചെറിയ പ്രായമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെഡിസിനിലൂടെ തന്നെ ഇത് പരിഹരിക്കാം. കുറച്ചും കൂടെ വലിയ സൈസാണ് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യേണ്ടി വരും. ഒവേറിയൻ സിസ്റ്റിലാണെങ്കിൽ അതും യൂഷ്വലി സിസ്റ്റ് മാത്രം റിമൂവ് ചെയ്താൽ മതി, നമുക്ക് ഓവറി പ്രിസർവ് ചെയ്യാം. പക്ഷേ ക്യാൻസർ പോലത്തുള്ള സിസ്റ്റുകളോ അല്ലെങ്കിൽ അഡ്വാൻസ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ സിസ്റ്റിനോടൊപ്പം ഓവറിയും കൂടെ നമ്മൾ സാധാരണ റിമൂവ് ചെയ്യും.